Chapter 5, The Coastal Plains and Islands. In this chapter, we will study about where is the coastal plain and islands of India situated. Okay, moving to the chapter. A coast is a vast stretch of land along the sea. അതായത് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന വിസ്താരമായ പ്രദേശം, അതായത് തീരപ്രദേശം, അതിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യ ഹാസ് എ വൈഡ് സ്പ്രെഡ് കോസ്റ്റ് ലൈൻ ഓഫ് അബൌട്ട് 7,000 കിലോമീറ്റേഴ്സ്. ഇറ്റ് സ്ട്രെച്ചസ് ഫ്രം ഗുജറാത്ത് ഇൻ ദ വെസ്റ്റ് അപ് ടു വെസ്റ്റ് ബംഗാൾ ഇൻ ദ ഈസ്റ്റ്. അതായത് ഇന്ത്യക്ക് 7,000 കിലോമീറ്ററോളം വിസ്തൃതമായ ഒരു തീരപ്രദേശ മേഖലയാണുള്ളത്. അത് എവിടെ നിന്ന് തുടങ്ങുന്നു? പടിഞ്ഞാറ് ഗുജറാത്ത് മുതൽ കിഴക്ക് വെസ്റ്റ് ബംഗാൾ വരെയാണ് അത് വ്യാപിച്ചു കിടക്കുന്നത്. ദ കോസ്റ്റൽ പ്ലെയിൻ ഓഫ് അവർ കൺട്രി ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്, നെയിംലി ദ വെസ്റ്റേൺ ആൻഡ് ദ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. ഇനി തീരപ്രദേശത്തെ പ്രധാനമായിട്ട് രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഓക്കെ, ലുക്ക് അറ്റ് ദ മാപ്പ്. ഇറ്റ് ഷോസ് ദ കോസ്റ്റൽ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ തീരപ്രദേശങ്ങളാണ് ആ ഗ്രീൻ കളറിൽ നമ്മൾ കാണുന്നത്. നോക്കൂ, വെസ്റ്റ് ഗുജറാത്ത് മുതൽ ഈസ്റ്റ് വെസ്റ്റ് ബംഗാൾ വരെ അത് വ്യാപിച്ചു കിടക്കുന്നു, അല്ലേ? അപ്പോൾ ഗുജറാത്ത് മുതലുള്ള ഭാഗത്ത് ഏതാണ്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും, തിരിച്ച് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഏത് ഭാഗത്താണ്? വെസ്റ്റ് ബംഗാളിന്റെ ഈ സൈഡിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ കോസ്റ്റൽ പ്ലെയിനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. The western coastal plain is a narrow strip of land stretched between the Western Ghats and the Arabian Sea. അതായത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത് അറേബ്യൻ സീയുടെയും അതുപോലെ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെയും ഇടയിലുള്ള ഒരു നാരോ സ്ട്രിപ്പായിട്ടുള്ള പ്രദേശത്താണ്. നിങ്ങൾക്ക് ആ മാപ്പിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, അറേബ്യൻ സീയുടെ ഭാഗത്തുള്ള കോസ്റ്റൽ ഏരിയ വളരെ നേരിയ ഒരു നാരോ സ്ട്രിപ്പ് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് അവിടെ വിസ്തൃതി വളരെ കുറവാണ്. ഓക്കെ, ഇറ്റ് സ്ട്രെച്ചസ് ഫ്രം ഗൾഫ് ഓഫ് കച്ച് ടു കന്യാകുമാരി. അതായത് ഗൾഫ് ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ താഴെ വരെയുള്ള ഈ സ്ഥലത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഡിവിഷൻസ്. ദാറ്റ് ഈസ് ദ കൊങ്കൺ കോസ്റ്റ്, ദ കനറ കോസ്റ്റ് ആൻഡ് ദ മലബാർ കോസ്റ്റ്. അതായത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ പ്രധാനമായിട്ട് 3ആയി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൊങ്കൺ കോസ്റ്റ്, കനറ കോസ്റ്റ് ആൻഡ് ദ മലബാർ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന തീരപ്രദേശമാണ്. ദ കൊങ്കൺ കോസ്റ്റ് കവേഴ്സ് ദ കോസ്റ്റ് ലൈൻ ഓഫ് ഗുജറാത്ത്, മഹാരാഷ്ട്ര ആൻഡ് ഗോവ. കൊങ്കൺ കോസ്റ്റ് ഏതെല്ലാം സ്ഥലങ്ങളാണ് കവർ ചെയ്യുന്നത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ എന്നീ സ്ഥലങ്ങൾ. ദ കനറ കോസ്റ്റ് കംപ്രൈസസ് ദ കോസ്റ്റ് ലൈൻ ഓഫ് കർണാടക ആൻഡ് ദ മലബാർ കോസ്റ്റ് കവേഴ്സ് ദ ഹോൾ ഓഫ് കേരള. അതായത് കനറ കോസ്റ്റ് ഏതൊക്കെ ഭാഗങ്ങളിലാണ്? കർണാടകയിലും അതുപോലെ മലബാർ കോസ്റ്റോ കേരളത്തിന്റെ ഭാഗത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. താപ്തി, നർമദ, മാൻഡോവി ആൻഡ് സുവാരി ആർ ദ റിവേഴ്സ് ഡ്രെയിനിങ് ദ വെസ്റ്റ് കോസ്റ്റ്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? താപ്തി, നർമദ, മാൻഡോവി ആൻഡ് സുവാരി. These fast-flowing rivers join the sea and form the estuaries. An estuary is a funnel-shaped outlet formed at the mouth of the river. അതായത് ഇപ്പോൾ നമ്മുടെ താപ്തി, നർമദ, മാൻഡോവി, സുവാരി തുടങ്ങിയ നദികൾ അതിലൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നദികളെല്ലാം കൂടെ അവസാനം കടലിൽ ചെന്ന് ചേരുന്നു. ആ കടലിൽ ചെന്ന് ചേരുന്ന ആ ഭാഗത്തിന് പറയുന്ന പേരാണെന്ത്? എസ്റ്റൂറി എന്ന് പറയുന്നത്. എസ്റ്റൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമുഖം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഫിഗർ ഷോസ് ആൻ എസ്റ്റൂറി, അതായത് കടലും നദിയും തമ്മിൽ ചേരുന്ന സ്ഥലം. The western coastal plain, because of its broken and uneven nature, has cracks and inlets. The seawater enters such inlets and forms saltwater
lakes separated by deposition of sand called sandbars. These shallow bodies of water are called lagoons or backwaters. അതായത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ പല ഭാഗങ്ങളും ബ്രോക്കൺ ആണ്. അതുകൊണ്ട് അത്തരം പ്രദേശങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, കടൽ വെള്ളം ഉള്ളിലേക്ക് കയറുകയും അത് എന്ത് ചെയ്യുന്നു, ആ സാൾട്ട് വാട്ടർ ഒരു ലേക്കായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ലേക്സിനെ തമ്മിൽ സാൻഡ് ബാർസ്, മണൽത്തിട്ടകളാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ലേക്സിനെ അല്ലെങ്കിൽ അത്തരം വാട്ടർ ബോഡീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ലഗൂൺസ് ഓർ ബാക്ക് വാട്ടേഴ്സ്. അതായത് കായലുകൾ ഉണ്ടാവുന്നു. അത്തരം ലഗൂൺസിൻ്റെ നമ്മുടെ നാട്ടിലത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതാണ്, ആലപ്പുഴ അല്ലേ. ദ കേരള സ്റ്റേറ്റ് ഹാസ് മോർ സച്ച് ലഗൂൺസ്. കേരളത്തിലാണ് കൂടുതലായിട്ട് അത്തരം ലഗൂൺസ് ഉള്ളത്. സ്റ്റേറ്റ്സ് അലോങ് ദ കോസ്റ്റൽ പ്ലെയിൻസ് ആർ കേരള, കർണാടക, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത്, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു. അതായത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ കടന്നു പോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, കേരള, കർണാടക, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത്, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു. ഇത്തരം സ്റ്റേറ്റ്സിലൂടെയാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ കടന്നു പോകുന്നത്. നെക്സ്റ്റ് ഈസ് ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള, അതായത് ലഗൂൺ. ഓക്കെ. നെക്സ്റ്റ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. The eastern coastal plain is a wide stretch of land lying between the Eastern Ghats and the Bay of Bengal. അതായത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റേൺ ഗാഡ്സിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലുള്ള സ്ഥലത്താണ്. It stretches from the delta of the Ganga in the north to Kanyakumari in the south. അതായത് ഗംഗ ഡെൽറ്റ മുതൽ തെക്ക് കന്യാകുമാരി വരെയാണ് അത് വ്യാപിച്ചു കിടക്കുന്നത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ഡിവിഷൻസ്. The northern circus in the north and the Coromandel coast in the south. Eastern coastal plain രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് നോർത്തേൺ circus in the north, വടക്ക് ഭാഗത്തും, അതുപോലെ കോറമാൻഡൽ കോസ്റ്റ് ഇൻ ദ സൗത്ത്. അങ്ങനെയാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. The Coromandel coast stretches from Nellore up to Kanyakumari and the northern circus from Nellore up to the delta of Ganga. അതായത് കോറമാൻഡൽ കോസ്റ്റ് നെല്ലൂര് മുതൽ കന്യാകുമാരി വരെയും അതുപോലെ നോർത്തേൺ സർക്കാസ് സ്ഥിതി ചെയ്യുന്നത് നെല്ലൂര് മുതൽ ഗംഗ ഡെൽറ്റ വരെയുമാണ് സ്ഥിതി ചെയ്യുന്നത്. ദ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഈസ് ബോർഡർ ആൻഡ് ഡ്രെയിൻഡ് ബൈ മെനി മേജർ റിവേഴ്സ് ലൈക്ക് ഗംഗ, മഹാനദി, ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി. These rivers form large and fertile deltas along their mouths. അതായത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലൂടെ ഒഴുകുന്ന റിവേഴ്സ് ആണ് ഏതൊക്കെ, ഗംഗ, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഈ റിവേഴ്സ് എന്താണ് ഫോം ചെയ്യുന്നു, ധാരാളം ഡെൽറ്റകൾ റിവേഴ്സിന്റെ മൗത്തിൽ ഉണ്ടാക്കുന്നു. ഓക്കെ. ദ ഈസ്റ്റേൺ കോസ്റ്റ് ഈസ് എ ലോങ് സ്ട്രെച്ച് ഓഫ് പ്ലെയിൻ ആൻഡ് ഹാസ് എ ഫ്യൂ ലഗൂൺസ്. നമ്മൾ പറഞ്ഞു ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ വളരെ വിസ്തൃതമായ ഒരു കോസ്റ്റൽ പ്ലെയിൻ ആണ്. അതുകൊണ്ട് അവയുടെ കുറച്ച് ലഗൂൺസ് മാത്രമേ ഉള്ളൂ. ദ ലാർജസ്റ്റ് ലഗൂൺ ഓഫ് ഇന്ത്യ, ദ ചിൽക്ക ലേക്ക്, ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഒഡീഷ. അതായത് ഏറ്റവും വലിയ ലഗൂണായ ചിൽക്ക ലേക്ക് അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഒഡീഷയിലാണ്. അത് നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലുള്ള ഒരു ലഗൂണാണ്. ഓക്കെ. ദ വെസ്റ്റേൺ ആൻഡ് ദ ഈസ്റ്റേൺ കോസ്റ്റ് മീറ്റ് അറ്റ് കന്യാകുമാരി. ഈസ്റ്റേൺ കോസ്റ്റും വെസ്റ്റേൺ കോസ്റ്റും തമ്മിൽ ചേരുന്ന സ്ഥലമാണ് കന്യാകുമാരി. ഓക്കെ. States along the coastal plains are Tamil Nadu, Andhra Pradesh, Odisha, West Bengal and Puducherry. നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ കടന്നു പോകുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ആൻഡ് പുതുച്ചേരി. ഈ സ്റ്റേറ്റ്സിലൂടെയാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ കടന്നു പോകുന്നത്. നെക്സ്റ്റ്, ദ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. India has 2 groups of islands, the Andaman and the Nicobar Islands, also known as the Emerald Islands, and the Lakshadweep Islands, the smallest among the Union territories. അതായത് ഇന്ത്യക്ക് പ്രധാനമായിട്ട് 2 ദ്വീപുകളാണുള്ളത്. ഒന്നേതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അത് അറിയപ്പെടുന്നത് എങ്ങനെയാണ്, എമറാൾഡ് ഐലൻഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തതോ ലക്ഷദ്വീപ് ഐലൻഡ്സ്. ലക്ഷദ്വീപ് ഐലൻഡ്സ് ആർ ഓൾസോ നോൺ ആസ് ദ കോറൽ ഐലൻഡ്സ് ഓഫ് ദ കൺട്രി. ലക്ഷദ്വീപ് ഐലൻഡ്സ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്, കോറൽ ഐലൻഡ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ലൈയിങ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ കൺസിസ്റ്റ് ഓഫ് മെയിൻലി വോൾക്കാനിക് ആൻഡ് എ ഫ്യൂ കോറൽ ഐലൻഡ്സ്. അതായത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ബേ ഓഫ് ബംഗാളിലാണ്. ആ ഐലൻഡ്സിൽ
മിക്കവാറും എണ്ണം വോൾക്കാനിക് ആണ്. അതിൽ കുറച്ചെണ്ണം മാത്രമാണ് ഇത് കോറൽ ഐലൻഡ്സ് ആയിട്ടുള്ളൂ. ദ റീജിയൻ ഓൾസോ കംപ്രൈസസ് ഓഫ് ഡിസിഡിയസ് ആൻഡ് എവർഗ്രീൻ ഫോറസ്റ്റ്. അതായത് ഈ മേഖല പ്രധാനമായിട്ട് വളരെ നിബിഡമായ നിത്യഹരിത വനങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഓൺലി 38 ഐലൻഡ്സ് ഔട്ട് ഓഫ് അബൌട്ട് 350 ഐലൻഡ്സ് ഹാവ് പെർമനന്റ് ഇൻഹാബിറ്റേഷൻ. അതായത് 350 ഐലൻഡുകൾ ഉണ്ടെങ്കിലും, ചെറിയ ചെറിയ ദ്വീപുകൾ ഉണ്ടെങ്കിലും അതിൽ 38 മാത്രമാണ് വാസയോഗ്യമായവയുള്ളൂ. The Lakshadweep Islands are mainly coral islands off the Kerala coast. They lie in the Arabian Sea. Only 11 out of 27 islands are inhabited. അതായത് ലക്ഷദ്വീപ് ഐലൻഡ്സ് പ്രധാനമായിട്ട് കോറൽ ഐലൻഡ്സ് ആണ്. അത് കേരളത്തിന്റെ തീരത്താണ് ഉള്ളത്. കൂടാതെ അറബിക്കടലിലാണ് ലക്ഷദ്വീപ് ഐലൻഡ്സ് സ്ഥിതി ചെയ്യുന്നത്. 27 ഐലൻഡ്സ് ഉണ്ടെങ്കിലും അതിൽ 11 മാത്രമാണ് വാസയോഗ്യമായിട്ട് ഉള്ളത്. മാപ്പ് ഷോസ് ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കോസ്റ്റൽ പ്ലെയിനും ഐലൻഡ്സുമാണ് കാണുന്നത്. ഓക്കെ.